ഞാൻ ഹൈമാവതി. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്, ഹൈമാവതി കൃഷി ബ്ലോഗ്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ നടത്തുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പച്ചക്കറിക്ക് താങ്ങ് കൊടുക്കാനും, ഈ പച്ചക്കറിക്ക് ഇങ്ങനെ താങ്ങ് കൊടുത്തിട്ട് കെട്ടി നിർത്തിക്കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് നിലത്ത് വീണിട്ട് ഒടിഞ്ഞു പോയാൽ പിന്നെ പൊട്ടിപ്പോവും, എന്തെല്ലോ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുകൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ താങ്ങ് കൊടുത്ത് നിർത്താനാണ് പോകുന്നത്. ഇത് തക്കാളി, മറ്റേ മുളകിന് കുത്തി, ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി ഇതും കൂടി കുത്താനുണ്ട്. എന്നിട്ട് കുത്തിയിട്ട് അതിന് കെട്ടി കൊടുക്കണം. ഇത് കെട്ടി കൊടുത്തിട്ട് അതിന് താങ്ങ് കൊടുത്താൽ അത് പിന്നെ നമുക്ക് വെള്ളവും നല്ലോണം അടിച്ച് കഴിഞ്ഞാൽ ചാണം കലക്കലും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പിന്നെ ഇത് ഞാൻ ഇന്നിപ്പോൾ ഇത് പണിയെടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് താങ്ങ് കുത്തി കൊടുക്കലാന്ന് കാണിച്ചിരുന്നത്. ഇതൊന്ന് നമുക്ക് നോക്കി നോക്കാമല്ലോ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണം. പിന്നെ നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ, പിന്നെ ഒരു 5 തരം ഇത് പറഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് തൽക്കാലം വേണ്ടുന്ന എല്ലാ കാര്യം വേണ്ട. 5 വെണ്ട, 5 പയർ, 5 തക്കാളി, 5 പിന്നെ കോളിഫ്ലവറോ അല്ലെങ്കിൽ 5 വഴുതിനെല്ലാം നട്ട് കഴിഞ്ഞാൽ 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം എല്ലാം പൊരിക്കാം. അത് നട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അതിനെന്താ വേണ്ടത് വെച്ചാൽ, നിങ്ങൾ അത് നല്ലപോലെ നടുക. അത് നട്ട് അതിന് വഴുതിനിക്കൊന്നും അങ്ങനെ ഒരു പണിയേ ഇല്ല. നല്ലോണം ചാണകം കലക്കി കൊടുത്ത് കുറച്ച് തോലും വെച്ച് കൊടുത്ത് അങ്ങനെ ഒരു കേടും വരില്ല. അതുപോലെ എല്ലാ മറ്റുള്ളതിനെല്ലാം വരും. മുളകിനായാലും തക്കാളിക്കാണ് കൂടുതൽ കേട് വരിക. തക്കാളിക്ക് വളരെ പരിചരണം വേണം. ബാക്കിയുള്ള എല്ലാവരും അങ്ങനെ പരിചരണമില്ല, സാരമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ തരുന്നത് വെച്ചാൽ, എല്ലാ സംഗതിയും ഞാൻ കുറച്ച് നട്ടിട്ട് എല്ലാ വിളകളും ഉണ്ട്. എല്ലാം ചാക്ക് തന്നെയാണ് നടുന്നത്, ഗ്രോ ബാഗിലാണ് നടുന്നത്. അങ്ങനെയുള്ള എല്ലാ വിളകളും ഞാൻ നടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും എല്ലാവരും നടണം. നിങ്ങളെല്ലാവരും പിന്നെ ഇതേപോലെ അടുക്കളപ്പുറത്ത് തോട്ടം നന്നാക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ കൃഷിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ, ഞാൻ 10-30 കൊല്ലം മുമ്പേ കൃഷിയാണ് എൻ്റെ പിന്നെ ജീവിതം. 10-30 കൊല്ലം മുമ്പേ ഞാൻ കൃഷി കൊണ്ടാണ് ഇപ്പം ഒരുപാട് നട്ടിട്ട് വിൽപ്പനക്കും വെച്ചിട്ടും വീട്ടിലും മുറ്റത്തും. ഇപ്പോൾ ഒരു 4 കൊല്ലം മുറ്റത്ത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ 2 കൊല്ലമായിട്ട് എനിക്ക് കാലിൽ സുഖമില്ലാതിന് ശേഷമാണ് ഞാനിപ്പോൾ മുറ്റത്ത് തന്നെ ഒപ്പിക്കുന്നത്. മറ്റേ ഒരുപാട് വിൽക്കലുണ്ട്, ഒരുപാട് ചാക്ക് കെട്ടിയിട്ട് എല്ലാ കടകളിലെല്ലാം കൊണ്ടുപോയിട്ട് ചാക്കോടെ കൊട്ടി വണ്ടി പിടിച്ച് കൊടുത്തിട്ട് അങ്ങനെ വിൽക്കുന്നതാണ്. ഇപ്പോൾ എനിക്കതങ്ങനെ കഴിയാതെ കൊണ്ടാണ് ഞാൻ ഈ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ കൃഷീനെ സ്നേഹിക്കുന്നവരാണ്. ഇതിലിപ്പം ഒന്നുമില്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കെന്തെങ്കിലും പിന്നെ പൈസ മോഹിച്ചിട്ടോ മറ്റുള്ളതോ ഒന്നുമല്ല. പൈസ കിട്ടിയാൽ വേണ്ടാത്ത ആളാരും ഇല്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനം, എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൃഷിയാണ് എൻ്റെ ജീവൻ. ഈ കൃഷീൻ്റെ അടുത്ത് ഒരു പണിയെടുത്തിട്ട് നമ്മൾ ആടക്കിടന്ന് മരിച്ചാൽ അതാണ് എൻ്റെ ആശ്വാസം. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പം നമ്മൾ പണിയെടുക്കണം, മരിക്കുന്നവരെ പണിയെടുക്കണം, കൃഷി ചെയ്യണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ കൃഷിക്ക് എപ്പം എനിക്ക് കയ്യിലെങ്കിലും ഞാൻ ഒരു 5 വേണ്ടെങ്കിലും ഞാൻ നടാണ്ട് നിൽക്കില്ല. അങ്ങനെയുള്ള ഒരു ഇത് എനിക്ക് എന്തോ ഒരു പിന്നെ വിഷമം പോലെയാണ് കൃഷിയിൽ വന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്താ വേണ്ടത് വെച്ചാൽ, മുറ്റത്ത് ഒരു 5 ബാഗൊന്നും വാങ്ങിയിട്ട് നട്ടിട്ട് അവനവൻ്റെ വീട്ടാവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കുക. ഒരു 4-5 തരം നട്ടിട്ടെങ്കിലും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും കൂടുതൽ വരാൻ കഴിയും. എന്നാൽ ഞാനൊന്ന് ഒന്ന് കുത്തി നോക്കട്ടെ. ഇങ്ങനെയാണ് ഇത് കുത്തി കെട്ടുക. ഇവിടെ താങ്ങ് കുത്തി ഇതിൻ്റെ മേലെ കെട്ടും. ഇതിങ്ങനെ കെട്ടും. ഇങ്ങനെയാണ് കെട്ടുക. ഇതാണ് ഇങ്ങനെ കൊള്ളി കുത്തി കെട്ടി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ഇങ്ങനെ പിന്നെ കൊള്ളി കുത്തി കെട്ടിയിട്ടാകുമ്പോൾ അടിയിൽ നിന്ന് കെട്ടിക്കെട്ടും. അടിയിൽ അത് കുറച്ചും കൂടി വളരാനുണ്ട്, തക്കാളി കുറച്ചും കൂടി വളരാനുണ്ട്. അത് കെട്ടി കൊടുക്കണം. അത് വളർന്നു പോകുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി നീണ്ടു കഴിഞ്ഞാൽ അത് കെട്ടിയാൽ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയാൽ പിന്നെ അതതിലെ ഒടിഞ്ഞു പോകുന്ന പോയാൽ അത് ചെരിഞ്ഞിട്ടെല്ലാം അങ്ങ് പോകും, നേരെ പോവില്ല. ഇതിങ്ങനെ ആകുമ്പോൾ എന്ന് വെച്ചാൽ, ഇത് വരുമ്പം തന്നെ നമ്മൾ നീണ്ട് വരുമ്പം തന്നെ ഇങ്ങനെ കുത്തി കൊടുത്താൽ അത് നല്ല ശരിക്കും നിന്നു പോകും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
എൻ്റെ കൃഷി രീതിയെ പറ്റിയിട്ട് ഞാൻ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത് ആദ്യം മുൻപിലേ ഇങ്ങനെ തുടക്കം മുതൽ ഞാനിങ്ങനെ കാണിക്കുകയും ഞാൻ മുമ്പേറ്റതൊന്നും ഫോട്ടോ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. ഇപ്പം അതാത് സമയത്തുള്ളത് മാത്രമേ എന്നെക്കൊണ്ട് കാണിക്കാനാവുള്ളൂ. ഞാൻ മുമ്പേത്തെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ നമുക്കതങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കാണിക്കുക. എനിക്ക് പക്ഷേ അത്രേ കഴിയുള്ളൂ. കാലും തൂവില്ല, നടുവില്ല. അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ എല്ലാവരോടും. അതുകൊണ്ട് എല്ലാവരും കാണണം. എന്നിട്ട് നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുകയും വേണം. ഇതേപോലെ കൃഷി നോക്കിയിട്ട് കൃഷി ചെയ്യുക. കുറച്ച് നമ്മൾ നോക്കിയിട്ട് ഇതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അടുക്കള വേസ്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ കഴിയും. അടുക്കള വേസ്റ്റ് മാത്രമേ വേണ്ടൂ. എന്നാൽ നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിലുള്ള പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയും. അത് കുറച്ച് എല്ലാവരും ഇനി കൃഷിയിലേക്ക് വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാനന്നിപ്പം ഒരു സാധനം പുറത്തുനിന്ന് കൂടെയൊന്നും മേടിക്കുന്നത് പച്ചക്കറികളൊന്നും മേടിക്കില്ല. ബാക്കിയുള്ള സാധനം മാത്രമേ ഞാൻ മേടിക്കില്ല. ബാക്കിയെല്ലാം എൻ്റെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനിത് നടത്തി വരുന്നത്. അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എൻ്റെ പച്ചക്കറീൻ്റെ ഇപ്പം ഇത് ഞാൻ ഇതിന് മുമ്പിൽ ഇട്ട സമയത്ത് ചെറിയതായിരുന്നു. ഇപ്പം കുറേ കാണാനായില്ല. ഇതെല്ലാം പച്ചച്ചീര. ഇതെല്ലാം പച്ചച്ചീര. ഇതെല്ലാം വളർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പൊരിച്ചാൽ നമുക്ക് കറി വെക്കാം. പൊരിച്ചിട്ട് ഇതിങ്ങനെ കെട്ടി കൊടുക്കുക. ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇനി ഒരു 2 ദിവസം കഴിയുമ്പം ഇത് നമ്മൾ അടിയിൽ നിന്ന് താഴേന്ന് കെട്ടി കൊടുക്കണം. ഇത് കണ്ട ഇതിപ്പോൾ ഒരു കറി വെക്കേണ്ട ചീര ആയിട്ടുണ്ട്. ഇത് കറി വെക്കാനുള്ള ചീരയായിട്ട് കൂടുതലുണ്ടാകുമ്പം വണ്ണം വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാകുമ്പം തന്നെ കുറച്ച് പൊരിച്ചിട്ട് കറി വെച്ചാൽ, ഇങ്ങനെ ചെറിയതാകുമ്പോൾ കുറച്ച് പൊരിച്ചാൽ കറി വെക്കാൻ കഴിയും. മറ്റ് കൂടുതൽ വണ്ണം കുറേ വളരണ്ടെങ്കിൽ ദൂരെ വേണം. ദൂരെ വരുന്നത് അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ കൂടുതലുള്ളതെല്ലാം പൊരിച്ചിട്ട് കറി വെക്കുക. ഇതിപ്പം വെച്ചാൽ ഇതിന് നല്ല രസമുണ്ടാവും. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നല്ല വിറ്റാമിനുള്ള സാധനമാണ് ഇതെല്ലാം. ഇതിങ്ങനെ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നട്ട വയൽ ആട്ടേരം ഇവിടെ അരി വീണ് പൊടിച്ചതാണ്. ഇത് രസവും പച്ചച്ചീരയാണ്. ഇതിങ്ങനെ വളർന്ന് വരുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഞാൻ പൊരിച്ചിട്ട് ഇതേപോലെ കറി വെക്കാൻ പൊരിക്കും. ഇത് വെച്ചിട്ട് ഞാൻ കറി വെക്കും. ഇതിപ്പം തന്നെ കറി വെക്കാനായി, ഒരു പൊടി വെക്കാനായി. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിത് കെട്ടി കൊടുക്കട്ടെ. ഈ മുളകിനെല്ലാം കെട്ടി കൊടുക്കട്ടെ. ഇതെല്ലാം കെട്ടും. ഇത് ഇങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ കെട്ടി കൊടുത്താൽ വീണ് പോകില്ല. ഞാൻ എടുക്കുന്ന പണിയാണ് ഓരോന്നോരോന്നായിട്ട് കാണിച്ച് എടുത്ത് തരുന്നത്. ഞാൻ വേറൊന്നല്ല ഇടാനാവുന്നു. ഇപ്പം ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പം വെള്ളമടിക്കുമ്പോൾ ആയാലും ഇത് വീണ് പോകില്ല. ഇതിങ്ങനെ കെട്ടി ഈ കുത്തോട്ട് പോയിട്ട് അത് വീണ് പോകുമെന്ന് വിചാരിക്കേണ്ട. ഇങ്ങനെ കെട്ടി കൊടുക്കുക. ഇങ്ങനെ നായര് കൂടിയിട്ട് ഇങ്ങനെ കെട്ടുക. ഇതാണ് നമ്മൾ ഇന്നത്തെ
ഇത് കാണിക്കുന്നത് ഇതാണ്. ഇതെല്ലാം നമ്മളെ ഇത് വെണ്ടയാണ്. ഇതെല്ലാം വെണ്ടയാണ്. ഇത് വെണ്ട, ഇത് കണ്ട, ഇത് വെണ്ട, ഇത് വെണ്ടയാണ്. വെണ്ടയെല്ലാം പൂക്കാൻ തുടങ്ങി, നല്ല ഉഷാറായി തുടങ്ങി. ഇതിനിടയ്ക്കത്തെ പോലെയല്ല, നല്ല ഉഷാറുണ്ട്. ഇതാ നല്ല ഉഷാറ് വന്നു തുടങ്ങി. ഇപ്പോൾ ഇനി രണ്ടാമത്തെ വളം കൊടുക്കണത്രേ. ഇനിയിപ്പോൾ രണ്ടാമത്തെ വളം കൊടുക്കാനാണ് നോക്കുന്നത്. ഇനിയിപ്പം കൊടുത്തിട്ട് ജൈവ സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ വളമായിട്ട് കൊടുക്കണം. അതിപ്പം കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല ഉഷാറോടെ വരും. ആ സമയത്ത് ഇതാ കാണില്ല, ഇപ്പം തന്നെ പൂക്കൾ വന്നു തുടങ്ങി. ഇതാ ഇത് പൂക്കളാണ്, കണ്ടാ പൂ വരുന്നുണ്ടാ, ഇതാ പൂത്ത് തുടങ്ങി. അതുകൊണ്ട് ഇന്നിപ്പം ഇന്നത്തെ വീഡിയോ ഇനി നാളത്തെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ ഞാൻ വീണ്ടും വരും. അതുവരെ നമസ്കാരം.